ഒരു മാസം ഇപ്പോൾ എനിക്കറിയാം അന്ന് പറഞ്ഞാൽ 10 ദിവസം കഴിച്ചിട്ട് ഓണം കഴിച്ചിട്ട് തുടങ്ങാൻ പറഞ്ഞാൽ എല്ലാം ഈ കാണിക്കുന്ന എല്ലാം ഒരു അസ്വാഭാവികമായ പരിപാടിയാണ്. അതായിട്ടുള്ള കാര്യം വേണ്ട കണക്കില്ല അഗ്രിമെന്റ് ആകുമ്പോൾ അവിടെ നാട്ടിൽ ഒരു പണിയെടുക്കും 240 crore 6 days പ്രോജക്റ്റ്. അത് കമ്മീഷനിങ് ആയ 6 മാസം അല്ല, അതാണ് ഒരു പാർട്ട് മാത്രം. കടയല്ല, നഗരസഭയുടെ വാടക കൊടുക്കാൻ അടച്ചു പൂട്ടി തീരാ നശിപ്പിക്കുക. അപ്പം അതിനോട് ഇതിലൂടെ കൊണ്ട് ഈ ഒരു ഓണം ആയിരിക്കും ചിലപ്പോൾ അവർ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണ് നടക്കുന്നത്. ഇത് എത്രയോ നാളുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓണം എന്ന് പറഞ്ഞാൽ 10 ദിവസം പറഞ്ഞതാണ്. ഈ സർവീസ് റോഡും തുടങ്ങാൻ സർവീസ് റോഡ് കുറച്ച് റെഡിയാക്കുന്നത് ട്രാഫിക് ഡൈവേർട്ട് ആക്കി. ആക്ച്വലി സർവീസ് റോഡ് ഇവിടെ സ്ലാബ് കംപ്ലീറ്റ് ആക്കണം മാത്രമേ സർവീസ് റോഡ് അല്ലെങ്കിൽ ട്രാഫിക് ഡൈവേർട്ട് ആക്കണം കുറച്ച് പാടും. അല്ലെങ്കിൽ ഇവിടെ സ്ലാബ് കളിക്കുക. അതാണ് അന്ന അതേതാണ് അന്നയും പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോ ഓണമുണ്ട്, അതെങ്കിൽ ഇവിടെ ഡ്രെയിൻ എടുക്ക വേണ്ടാന്ന് ചൊല്ലി റെഫ്യൂസ് പണി. പിന്നെ ഞാൻ എന്താ പറഞ്ഞു? ഓക്കെ, അല്ല അന്ന് പറഞ്ഞത് സർവീസ് റോഡിന്റെ കാര്യം അല്ലല്ല അതേനാ ഇപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞു ഇനിയും ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞ് ഇനി ഇവിടെ വരെ സർവീസ് റോഡ് ചെയ്തിട്ട് ബാക്കി പണികളൊന്നും ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അല്ല, ഞങ്ങൾ ഇതുപോലെ സംസാരിച്ചാൽ ഒരേ നിമിഷം അത് ഡയറക്ഷൻ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുക്കുന്നത്. അവിടെ ഇവിടെ ട്രെയിൻ ഇപ്പോൾ பண்ண வேண்டாம், இல்லை இப்போ ஃபெஸ்டிவல் டைமான ரெஃப்யூஸ் பண்ணி அதுக்கு ட்ரெயின் எதுவும் பண்ணிட்டு எல்லாமே ட்ரெயின் பண்ணிட்டு எங்களோட ஃப்ரண்ட் ஆஃப் த ஷாப் எல்லாம் குறைச்சி பணி பண்ணும்போது எப்படி உண்டு அது போல ஆகும். அதுங்களை அவர் ரெஃப்யூஸ் பண்ணி நானும் சரி ஓகேன்ட்டு அக்செப்ட் பண்ணி இப்போ அல்ல இப்போ കറക്റ്റായിട്ട് പറയും. ഇവിടെ ഈ സ്ലാബുക്ക് ബ്ലാക്ക് ആക്കണം സാർ. ഈ പുറത്ത് ഫുള്ളായിട്ട് ഫ്രീ ആയി പിന്നെ ഇവിടെ ട്രെയിൻ ആക്കി പ്രപ്പോസൽ റോഡേ ഇവിടെ ഫിനിഷ് பண்ணி കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഒരു 3 months ആണ് മാൺസൂൺ പീരിയഡ്. നിങ്ങൾ നല്ല അറിയും മാൺസൂൺ പീരിയഡിൽ എൻ്റെ റോഡ് പണിയും അவ்வளோ ശരിയായിട്ട് വരാൻ. അപ്പോൾ അതാണ് പ്രശ്നം. ഇവിടുത്തെ സാഹചര്യം എല്ലാവരും ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ 10 ഓണം തീരുന്നറിയാം. അത് കഴിയുമ്പം ഞങ്ങൾക്ക് ദോഷമില്ലാതെ നിങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ നിങ്ങൾ പാലം പണിയെ കുറിച്ച് ആ കൂട്ടത്തിൽ സർവീസ് റോഡും പണിയുക. സർവീസ് റോഡും ഏതായാലും ഇവിടെ ബ്ലോക്ക് ചെയ്യണം. ഞാൻ പറയാറില്ലേ ഓപ്പൺ ആയിട്ട് എനിക്ക് ഇവിടെ പണി പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടെ നിന്ന് പോകണം. ഞാൻ 0 ബാലൻസിലെ മൈനസിലെ പണി പണിയിട്ടുണ്ട്. 4 വർഷമായി. ഇതാണ് എന്നോട് ഫസ്റ്റ് വർക്കാണ് ഇൻ കേരള. ഇത് 4 വർഷമായി. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കി ഇവിടെ ഉണ്ട്. ഇത് എത്ര വർഷമായി സാറ് തുടങ്ങിയിട്ട്? 4 വർഷമായി സാർ. അത് പറ. ഇത് 3.5 വർഷം ആയോ? ഒരു പാലം പണിയാൻ എത്ര മീറ്റർ ഉണ്ട് സാർ? ഇത് സാർ ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് സാർ? അത് നിങ്ങളെന്താ ചെയ്യാഞ്ഞ്? നിങ്ങളെന്താ അതിനെപ്പറ്റി അന്വേഷിക്കാഞ്ഞ്? സ്ഥലം വേണമെങ്കിൽ നിങ്ങൾ സ്ഥലത്തിനെ പറ്റി എന്തോ അന്വേഷിക്കാഞ്ഞ്? നിങ്ങൾ സ്ഥലത്തിനെ പറ്റി അന്വേഷിച്ചോ? നിങ്ങൾ വന്ന് റിംഗ് റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പണി തുടങ്ങി. അതാണ് ഒരു പാലം പണിയുടെ ഇത്. റിംഗ് റോഡ് ബ്ലോക്ക് ചെയ്തോടുകൂടി പത്തനംതിട്ടയുടെ ഇത് സ്തംഭിച്ചു. ഇത് പോയി സെൻട്രൽ ജംഗ്ഷൻ ആവശ്യമില്ലാത്ത തിരക്ക്. അപ്പം സെൻട്രൽ ജംഗ്ഷൻ ഉള്ള കടക്കാർ ഇവിടെയും കച്ചവടം ആകപ്പാടെ പ്രശ്നമായി. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാറ് 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 ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് സാറ്. സാറ് തമിഴ്നാട്ടില് 1.5 മീറ്റർ പാലം പണി എത്ര വർഷം എടുക്കും?
1.5 മീറ്റർ പാലം പണി എത്ര വർഷം? ഇപ്പൊ അതുതാണ് ഞാൻ ചോദിക്കുന്നു സാറേ, സാറേ ഞാൻ ചോദിക്കുന്ന ഒരു മറുപടി സാറേ. ഞാൻ ഇതേ 1.5 കിലോമീറ്റർ പാലം പണി അല്ലേ സാറേ, ഞാൻ ചോദിക്കട്ടെ സാറേ, തമിഴ്നാട്ടില് സാർ 1.5 കിലോമീറ്റർ പാലം പണി എത്ര വർഷം എടുക്കും? 1.5 വർഷം. ഇതിപ്പോ എത്ര വർഷം? ഇത് എത്ര മീറ്റർ ഉണ്ട് സാറേ? സാറേ 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 ഞാൻ സാറേ ഞാൻ സാറേ സാറേ തോക്കിക്കറി വെടി വെക്കാൻ ചോദിക്കുന്ന ഒരു കാര്യം പറ സാറേ. ഇതിപ്പോ എത്ര വർഷമായി സാറേ? അങ്ങനെയുള്ളവര് സാധനം